കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടതിന് ശേഷം വീണ്ടും എത്താം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഇപ്പോഴും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകളും കോർഡിനേഷനും നടക്കുകയാണ്. കീർത്തിവർദ്ധൻ സിംഗ് എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ വിദേശകാര്യ സഹമന്ത്രി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവിധ നടപടികളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്വീകരിക്കുന്നതാണ്. പ്രധാനമന്ത്രി തന്നെയാണ് അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പരിക്കേറ്റവർക്കുള്ള സംവിധാനം, അതുപോലെ തന്നെ മരിച്ചവരുടെ ശവശരീരം എത്തിക്കുന്നതിനുള്ള ഏർപ്പാടുകളും ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക. അല്ല, അത് ഒഫീഷ്യലായിട്ടുള്ള അറിയാവില്ല, തീപിടുത്തമാണ്. അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സംവിധാനമൊക്കെ അതിന് ശേഷമേ ഉള്ളൂ അറിയിക്കുള്ളൂ. ഇടപെട്ട് കഴിഞ്ഞു. അത് നമ്മുടെ ജയശങ്കർ മിനിസ്റ്ററുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു, അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട പ്രക്രിയ ഇത് ഇങ്ങനെ ഈ അപകടം ആയതുകൊണ്ട് അത് ഒഫീഷ്യലായിട്ട് അതിന് ശേഷമേ ഡിക്ലെയർ പറയുള്ളൂ. എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി തന്നെയാണ് മീറ്റിംഗ് വിളിച്ചത്. അതിനുശേഷം ഗവൺമെൻറ് തലത്തിൽ എല്ലാ നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 24 hours എന്നുള്ള രീതിയിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. നേതൃത്വം കൊടുക്കും. കേരള സർക്കാർ കൂടെ സഹകരിച്ച് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ദുരന്തത്തിൽ എല്ലാവരുമായിട്ട് സഹകരിച്ചെല്ലാം അത് അങ്ങനെ തന്നെയാണല്ലോ. ധാരാളം ബന്ധപ്പെടുന്നുണ്ട്, ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട്, ബന്ധുക്കൾ ബന്ധപ്പെടുന്നുണ്ട്, വേറെ അല്ലാതെ മീഡിയക്കാർ ബന്ധപ്പെടുന്നുണ്ട്, പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ബന്ധപ്പെടുന്നുണ്ട്. നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിശദീകരിക്കുകയായിരുന്നു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് കുവൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ വേഗത്തിൽ എത്തിക്കുന്നതിനും അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രി തന്നെയാണ് ഈ ഏകോപനത്തിൻ്റെ ചുമതല നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. കുവൈറ്റിലെ മംഗഫിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ എത്ര പേർ മരിച്ചു എന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്ന് നോർക്ക CEO അറിയിച്ചു. അപകടം നടക്കുമ്പോൾ 200-ലധികം പേർ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം.